ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വന്നിട്ടുള്ളൊരു നല്ലൊരു കിഡിലൻ ഐഡിയ ആയിട്ടാണ്, എല്ലാവർക്കും ഉപകരിക്കുന്ന നല്ലൊരു ട്രിക്ക് വരെ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് വെളുത്തുള്ളിയാണെന്നറിയാലോ. നമ്മൾ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ കല്യാണ വീട്ടിലാണ് ഉള്ളത്. നമ്മളിവിടെ കല്യാണത്തിന് തലേന്ന് കല്യാണം ചർമ്മിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി വൃത്തിയാക്കാനുള്ള പണിയായിരുന്നു. വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ പണി എന്ന് പറയുന്നത് വെളുത്തുള്ളി ചൂളി കളയാൻ വേണ്ടിയിട്ടുള്ള പണിയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഷ്ടപ്പെട്ട് കത്തീനെ കൊണ്ട് അതിൻ്റെ തോലൊക്കെ മുറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കൈയൊക്കെ വേദന എടുക്കാൻ തുടങ്ങി, നഖമൊക്കെ പുകച്ചിലൊക്കെ വരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അന്നേരമാണ് ആടെയുള്ള ടീച്ചറെ അനിയൻ അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയാണോ തോല് കളഞ്ഞത്, എപ്പോൾ തീരാനാണ്? കാരണം 1-2 കിലോ വെളുത്തുള്ളി എല്ലാ അടി ഉണ്ടായത്, 5-8 കിലോ ഉണ്ട് വെളുത്തുള്ളി തോല് കളയാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എപ്പോൾ ചെയ്ത് തീരാനാണെന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെയല്ല വെളുത്തുള്ളി തോല് കളയേണ്ടത് എന്നിട്ട് അവരൊരു ഐഡിയ പറഞ്ഞത്. ആ ഐഡിയ ചെയ്തതിൻ്റെ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, വെളുത്തുള്ളി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിടണം. നമ്മൾ സാധാരണ ഈ കായൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് മുറിച്ചിടൂല, അതുപോലെ റൗണ്ടിൽ അതേപോലെ ഈ വെളുത്തുള്ളി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റൗണ്ടിൽ മുറിച്ചിട്ട് വേണം. ആ മുറിച്ചിട്ടതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ തുടങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ വെളുത്തുള്ളിൻ്റെ അകത്ത് അരിപ്പൊടി ഇടുന്നത്. ആ കാണുന്ന അരിപ്പൊടിയാണ് കേട്ടോ, ആ പാത്രത്തിലുണ്ടായത് അരിപ്പൊടിയാണ്. അപ്പോൾ ആ അരിപ്പൊടി അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടത് കുഴച്ചെടുക്കുകയോ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പാറ്റുന്നതാണ്. ഇത് ലാസ്റ്റത്തെ പ്രോസസ്സാട്ടോ. ഇത് പാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് വെളുത്തുള്ളി നല്ലതും മോശമൊക്കെ വേർതിരിക്കുന്ന പ്രോസസ്സായിരുന്നു. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ മുറിച്ചിട്ട് റൗണ്ടിൽ കത്തിനെ കൊണ്ട്, ചെറിയ പീശ കത്തിനെ കൊണ്ടാണ് നമ്മളിത് മുറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ സംഭവം നടന്നുവേ. കാരണം ആദ്യം ഇതൊന്നും പണി മുന്നോട്ട് നീങ്ങിയിട്ടേയില്ല, എല്ലാവരും കുറച്ച് ടയേർഡായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ നന്നായിട്ട് വെളുത്തുള്ളി റൗണ്ടിൽ മുറിച്ചിട്ടു. ആ മുറിച്ചിട്ടിട്ട് കാണുന്നത് നിങ്ങളിപ്പോൾ ഈ പാത്രത്തിൽ കാണുന്നത് കണ്ടില്ലേ, ഇതൊന്നും അല്ലാട്ടോ, ഒരുപാടുണ്ടായിരുന്നു. ആ ടീച്ചർ അവിടെ ചാക്കലും പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. കാരണം ഓരോ ട്രിപ്പ് മുറിച്ചിട്ടതിന് ശേഷം വേണം അടുത്ത ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടീച്ചർ അവിടെയുള്ള സഞ്ചിയിലുള്ള വെളുത്തുള്ളിയെല്ലാം അവിടെ മേശേൻ്റെ മുകളിലേക്ക് തന്നെ അവിടെ ചെരിഞ്ഞിട്ട് നമുക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് തരുവാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇട്ട സംഭവം നമ്മളിതാ കുറേയെല്ലാം മുറിച്ചിട്ടതിന് ശേഷമാണ് ആ ഏച്ചിമാരെല്ലാവരും കൂടി അതിനകത്തേക്ക് ഈ അരിപ്പൊടി നന്നായിട്ട് ഇട്ടതിന് ശേഷം 2 കൈ കൊണ്ടും നന്നായിട്ട് തിരുമ്മിയെടുക്കുകയാണ് ചെയ്തത്. ഈ തിരുമ്മിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുമ്മിയെടുത്താൽ മാത്രമേ നമുക്ക് ആ വെളുത്തുള്ളിയും അതിൻ്റെ ചൂളിയും നമ്മൾ വേർതിരിച്ച് കിട്ടുള്ളൂ. അപ്പോൾ വേർതിരിച്ച് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പണിയും വേഗം എളുപ്പത്തിൽ തീരുള്ളൂ. ഇപ്പോൾ കല്യാണ വീടുകളിലെല്ലാം ഉണ്ടാകുന്നൊരു പണിയായിരിക്കും അല്ലേ ഇത്. അത് എത്രമാത്രം ആർക്കും അറിയാൻ പറ്റുമോ ഈ വിദ്യ എന്ന് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആടെ ഉള്ള ഏച്ചിമാരെല്ലാവരും പറഞ്ഞു, നമ്മളെല്ലാം ആദ്യമായിട്ടാണ് അപ്പോൾ ഇതെല്ലാം കേൾക്കുന്നത്. നമുക്കെന്തായാലും എന്നാ സംഭവം ചെയ്തു നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളത് പറഞ്ഞ പോലെ നമ്മൾ ചെയ്തത്. പക്ഷെ സംഭവം സക്സസ് ആയി എന്ന് വേണം പറയാം. സംഭവം ടപ്പേന്ന് പറഞ്ഞാൽ നമ്മുടെ പണി അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഈ വെളുത്തുള്ളി തേച്ചു ആക്കുമെന്ന് വെച്ചാൽ എന്തൊരു പണിയാണെന്നല്ലേ. നമ്മൾ വീട്ടിൽ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി കളയുമ്പോൾ നമ്മൾ എത്ര വിഷമിക്കുന്നുണ്ട് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ചിന്തിച്ചുകൂടെ, ഈ 5-8 കിലോ വെളുത്തുള്ളി കളയുമ്പോൾ ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടല്ലോ, മുറിച്ചിടുന്നുണ്ടല്ലേ, ഇതുപോലെ കത്തിനെ കൊണ്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങളിതുപോലെ റൗണ്ടിൽ മുറിച്ചങ്ങ് ഇട്ടാൽ മതി. അതിൻ്റെ അടിയിൽ വരുന്ന കട്ടിയുള്ള ഭാഗം നിങ്ങൾ എടുക്കണ്ട കേട്ടോ, കാരണം അത് നമുക്ക് പാറ്റിയാലൊന്നും അത് വൃത്തിയാകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കൈ കൊണ്ട് വൃത്തിയാക്കിയിട്ട് അടിയിലുള്ളത് അങ്ങോട്ട് കളയാം. അപ്പോൾ ഈ മുറിച്ചിട്ടയിലേക്ക് നമ്മൾ അരിപ്പൊടി ഇട്ട് നന്നായിട്ട് തിരുമ്മുകയെന്ന് പറയില്ലേ, തിരുമ്മുകയെന്നും പറയും, നമ്മൾ തിരുമ്മിയെടുക്കുക. ആ തിരുമ്മിയെടുക്കുന്ന പ്രോസസ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് 2 കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ച് തിരുമ്മിയെടുക്കുകയാണ് ചെയ്തത്. ഇതിലേക്ക് ഇട്ട അരിപ്പൊടി നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ഇട്ടത് നമുക്കങ്ങ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് അധികം അരിപ്പൊടി കരുതണമെന്നേ ഉള്ളൂ. കുറച്ചായിരിക്കും നമുക്ക് ആക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ മുറിച്ചിട്ടത് നമുക്ക് വീണ്ടും എന്ത് ചെയ്യുക, റീയൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് വെച്ചാൽ നമ്മളിത് ഈ മുറിച്ചിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു മുറത്തിലിടും. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല, ഇതാണ് മുറന്ന് പറയുന്നത്. ഈ മുറത്തിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഈ മുറിച്ചിട്ടത് ഇട്ടിട്ട് ആ ഏച്ചിമാർ വീണ്ടും കൈനെ കൊണ്ട് നല്ലോണം അരക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മൾ കത്തീനെ കൊണ്ട് മുറിച്ച് വൃത്തിയാക്കിയതാണ്. ഇത് ആക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ. കാണാൻ നല്ല മൊഞ്ചുണ്ടെങ്കിലും നമുക്കത് ചെയ്യാൻ വേണ്ടി ഭയങ്കര പണിയാണ്. കത്തീനെ കൊണ്ട് വേറെ തന്നെ നമ്മൾ മുറിച്ചിട്ട് എടുത്തിയാണ്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ വിദ്യയിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ ഈ മുറിച്ചിട്ടയിലേക്ക് നമ്മൾ അരിപ്പൊടിയും കൂടി തിരുമ്മിയത് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, തടുപ്പിയില്ലേ, നിങ്ങളുടെ വീട്ടിലും തടുപ്പി ഉണ്ടാവുമല്ലോ, അതിൻ്റെ അകത്ത് കിട്ടിയതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ നന്നായിട്ട് പാറ്റുക ചെയ്തേ. പാറ്റുക എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് പാറ്റുക കേട്ടോ. ഇപ്പോൾ ഈ ചേച്ചി നിങ്ങൾക്ക് ചെയ്യുന്നത് കാണാം. ഈ ചേച്ചി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പാറ്റിയെടുത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും.
നന്നായിട്ട് പാറ്റുന്ന സമയത്ത് അതിൻ്റെ ചൂളി വേറിയ അതുപോലെ തന്നെ അരിപ്പൊടി വേറിയത് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ അരിപ്പൊടി എന്ത് ചെയ്യുക, നമുക്ക് വീണ്ടും അത് അടുത്ത വെളുത്തുള്ളിൻ്റെ അകത്ത് ഇട്ടിട്ട് വരക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഒരു 2-3 തവണയൊക്കെ ഉപയോഗിക്കാം. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം അതിൻ്റെ കാലാവധി ഏകദേശം കഴിയും. അപ്പോൾ നമ്മൾ കുറച്ച് അരിപ്പൊടി കരുതണമെന്നേ ഉള്ളൂ. നമ്മളെ പണി ഈസി ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് അരിപ്പൊടിയിൽ നമ്മൾ അതിനുവേണ്ടി ചിലവാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ അരിപ്പൊടി ഇട്ട് നമ്മൾ പാറ്റിയെടുത്തതിന് ശേഷം നല്ല വെളുത്തുള്ളി നമ്മൾ മാറ്റി അതിൻ്റെ അകത്തും കുറച്ച് കുഴിക്കാത്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും കത്തിനെ കൊണ്ട് മുറിച്ചിട്ട് ചെറുതാക്കിയിട്ട് വീണ്ടും നമ്മളത് അതിൻ്റെ അകത്ത് വരച്ചിട്ട് പാറ്റിയെടുക്കുകയോ ചെയ്തു. അതുകൊണ്ട് തന്നെ അത്ഭുതം എന്ന് പറയാം, എത്ര വേഗം പണി തീർന്നതെന്നറിയാം. എല്ലാവരും നല്ല ഹാപ്പി, നല്ല കിടിലം പണിയായിരുന്നു ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോ ഫ്രണ്ട്സ്. ഇത് പ്രത്യേകിച്ച് കല്യാണ വീടുകളിൽ ഇതുപോലുള്ള പണികൾ വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണ് ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് പരീക്ഷിച്ച് നോക്കണം. കാരണം അത്രയ്ക്ക് നല്ലൊരു കിടിലൻ ഐഡിയ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഐഡിയ ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ വീഡിയോ എടുത്തതും. കാരണം ഏച്ചിമാരോട് ഞാൻ പറയുകയും ചെയ്തു, എന്തായാലും ഇതിൻ്റെ വീഡിയോ എടുത്തോളേ. കാരണം ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു കാര്യമല്ലേ, പ്രത്യേകിച്ച് കല്യാണ വീടുകളിലൊക്കെ ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഫ്രണ്ട്സ്. ഏച്ചിമാരെല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.